my dears, welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പൊ മക്കളെ ഇതാ നിങ്ങളുടെ പുതിയൊരു അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. അപ്പൊ പുതിയ സ്കൂള്, ചിലപ്പോൾ പുതിയ സ്കൂൾ ആയിരിക്കാം നിങ്ങൾക്ക്, LP നിന്ന് UP മാറി ആദ്യത്തെ സ്കൂള്, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഫ്രണ്ട്സ്. സോ ഫുൾ എന്താണ് നിങ്ങളൊരു എൻജോയ്മെന്റ് മൂഡിലായിരിക്കും ഇപ്പം, കാരണം പുതിയതായിട്ട് തുടങ്ങി. അപ്പൊ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലേ, നമുക്ക് എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ എന്തൊക്കെ പഠിക്കണം. അപ്പൊ മൊത്തത്തിലാകെ നിങ്ങൾ എന്താണ് വണ്ടർ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണെന്ന് മിസ്സിനറിയാം. അപ്പൊ ഇന്ന് മിസ് വന്നത് നമുക്കിനി പഠിച്ചു തുടങ്ങണല്ലോടാ, കാരണം വെക്കേഷൻ ഒക്കെ തീർന്നു, വീണ്ടും നമ്മൾ ക്ലാസ്സിലോട്ട് പോവാണ്, ബാക്ക് ടു വർക്ക് ആണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണം. ഇന്ന് മിസ് വന്ന് നമ്മുടെ ബേസിക് സയൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പക്ഷികൾ ഇഷ്ടമാണോ നിങ്ങൾക്ക്? പക്ഷികൾ ഭയങ്കര അടിപൊളിയല്ലേ? നിങ്ങൾ അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? പക്ഷികളൊക്കെ എന്തോരം വെറൈറ്റി ബേർഡ്സുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അല്ലേ. ഇപ്പൊ ചെറിയ ചെറിയ കാക്കകളുണ്ട്, കോഴിയുണ്ട്, പരുന്തുണ്ട്, ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള എന്തോരം പക്ഷികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതേപോലെ ജീവികൾ നോക്കിയാൽ അങ്ങനെ തന്നെയല്ലേ, പല രീതിയിലുള്ള ചെറുത് തൊട്ട് വലുത് വരെ പല രീതിയിലുള്ള ജീവികളുണ്ട് ഇല്ലേ. ആന, മൊയില്, ഒട്ടകം, അത് ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയൊക്കെ പഠിക്കണം അല്ലെ. അല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ പഠിക്കാം, നമ്മൾ കാണുന്ന സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പെറ്റുകൾ ഉണ്ടായിരിക്കും, അതിനെപ്പറ്റി പഠിക്കുക അല്ലെ. അപ്പൊ ഒറ്റയുള്ളൊരു ജീവിന്റെ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ അടിപൊളി ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ആണ് മിസ് നമ്മുടെ ഒരു ആടിനെ വെച്ചിട്ടുണ്ട്. ആടിനെ കണ്ടിട്ടില്ലടാ, നിങ്ങളുടെ വീടുകളിലൊക്കെ ആടുണ്ടോ? ആട് ഇങ്ങനെ മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ വെച്ചിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പ്ലാവേലയോ അല്ലെങ്കിൽ പുല്ലിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും ഇല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എന്താ പറയാ, ആട് എപ്പോഴും തിന്നുന്നത് എന്താണ്? പുല്ല് ഐറ്റംസ് ആണ്, പുല്ല് പോലെയുള്ള സാധനം, പ്ലാവില, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് തിന്നുന്നത് അല്ലെ. റെഡി അല്ലേ? ഇനി അതേപോലെ പശുവിന്റെ കേസ് നോക്കിയാലും നമുക്ക് അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റും. പശുവിന് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും പുല്ലും വൈക്കോലും സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റും നോക്കുന്ന സമയത്ത് പലരും പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആ കഴിക്കുന്നത്. ഇനി മാനിന്റെ കേസ് നോക്കിയാലോ, മാനും ഇതേപോലെ ചെറിയതായിട്ടുള്ള പുല്ലുകളൊക്കെ കഴിച്ച് കാട്ടിൽ ജീവിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താണ് മൃഗമാണ് അല്ലെ. കാണാനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, എന്ത് ലുക്കാണ് അല്ലെ. പലപ്പോഴും നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഈ കാട്ടിൽ കൂടെ ഒക്കെ സവാരിയൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രക്കിംഗ് എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം ചിലപ്പോൾ മാനായിരിക്കും അല്ലെ. കൂട്ടമായിട്ടുള്ള പല രീതിയിലുള്ള മാനുകൾ, കലമാന്, പുള്ളിമാൻ, അങ്ങനെ എന്തോരം മാനുകളുണ്ട്. അതിന്റെ പക്ഷം എന്താണ്, ഈ പറഞ്ഞ പോലെ സസ്യങ്ങളാണ്. അപ്പൊ സസ്യങ്ങൾ ആഹാരിക്കുന്ന ജീവികൾ ഒരുപാടുണ്ട്. അതായത് ഈ പിക്ചറിൽ കാണുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് സസ്യങ്ങൾ മാത്രം ആഹാരമാക്കുന്ന ജീവികൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ദ സ്മോൾ ഫിഷസ് ഉണ്ട്, ഗ്രാസ് ഷോപ്പർ ഉണ്ട്, വേമുകൾ ഉണ്ട് അല്ലെ. ഇതിൽ ചെറിയ ചെറിയ മീനുകൾ ഉണ്ട്. അതേപോലെ തന്നെ പുൽച്ചാടി എന്താ മക്കളെ തിന്നാ, പുല്ല് തിന്നുന്ന പുൽച്ചാടി നമുക്കറിയാം അല്ലെ. വേമുണ്ട്, പുഴുക്കളുണ്ട്, ചെറിയ ചെറിയ പുഴുക്കളുണ്ട്. ഇതൊക്കെ എന്താണ്, സസ്യത്തെ ആഹാരമാക്കുന്ന പ്ലാന്റ്സ് എന്താണ് ഫീഡ് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഓരോരോ ജീവികളും ഓരോരോ സാധനങ്ങളാണ് തിന്നുന്നത്. അപ്പൊ മിസ് പറഞ്ഞ സാധനങ്ങളൊക്കെ തിന്നുന്നത് സസ്യാഹാരത്തെയാണ് കഴിക്കുന്നത് അല്ലെ. സോ എവറി ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗാനിസം. ചിലത് വേറെ ചിലതിനെയാണ് തിന്നുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാക്ക എന്തിനെ നോക്കി നിൽക്കുന്നത്, മീനുണ്ടോ, മീനിനെ തിന്നണം പറഞ്ഞ് നിൽക്കുന്ന ആളാണ് നമ്മുടെ കാക്ക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് വേറൊരു സാധനത്തിനെയാണ് തിന്നുന്നത്. അങ്ങനെ ഓരോന്ന് നോക്കുകയാണെന്നില്ല. പാമ്പ് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ അവിടെ തവള നിൽപ്പുണ്ട്, എടാ തവളെ നിന്നെയാണ് ഇന്ന് ഞാൻ സെറ്റാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് പാമ്പ് നിൽക്കുന്നത്. അപ്പൊ നോക്ക്, പല സാധനങ്ങളും പല സാധനങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, തിന്നോണ്ടിരിക്കുന്നത് അല്ലെ. സോ സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറു മീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ചെറിയ മീനുകളെ തിന്നുന്നു. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ് ആണ്. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെ തിന്നോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഇതൊരു ലൈക്ക് എന്താ പറയാ, ഒരു മാല പോലെ, അല്ലെങ്കിൽ മാല എന്നല്ല, ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. ഓരോന്നിനെ തിന്നുന്ന അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചു നോക്കാം. റെഡി? അപ്പൊ പ്ലാന്റ്സിനെ തിന്നുന്ന സ്മോൾ ഫിഷസ് അല്ലെ, ചെറിയ മീനുകൾ എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ തിന്നുന്നു. അതിനെ തിന്നുന്ന വലിയ മീനുകൾ ലാർജ് ഫിഷസ്. അതിനാര് തിന്നുന്നു, കൊച്ചി തിന്നുന്നു, നമ്മുടെ ക്രെയിൻ അല്ലെങ്കിൽ കൊക്ക് അല്ലെ, കൊക്ക് തിന്നുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനിയോ ഗ്രാസ് ഷോപ്പർ, പ്ലാന്റ്സ് തിന്നുന്ന ഗ്രാസ് ഷോപ്പർ ഉണ്ട്, പുൽച്ചാടി ഉണ്ട്, അതിനെ ഫ്രോഗ് തിന്നുന്നു. ആ ഫ്രോഗിനെ വേണമെങ്കിൽ ക്രെയിന് തിന്നും, നമ്മുടെ കൊക്ക് തിന്നും അല്ലെ. അപ്പൊ ഇവന്മാരൊക്കെ ഓരോന്നിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന് നീയാണ് എന്റെ ഫുഡ് അപ്പൊ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോന്ന് തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ പ്ലാന്റ്സിനെ വേംസ് തിന്നുന്നു, അതിനെ ക്രോ തിന്നുന്നു, അല്ലെങ്കിൽ കാക്ക തിന്നുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോന്നിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലടാ. അപ്പൊ പുല്ല് തിന്നുന്ന പുൽച്ചാടിനെ തിന്നുന്ന തവള തിന്നുന്ന പാമ്പിനെ തിന്നുന്ന
കഴുകൻ. ആലോചിച്ച് നോക്കുക, ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ വന്നില്ലേ? അപ്പൊ നമ്മുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് സാധനങ്ങൾ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. അതേപോലെ വേറെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പൊ ദാ പുല്ല് തിന്നുന്ന ആരുണ്ട്? ഡിയർ ഉണ്ട്. ഡിയറിനെ തിന്നുന്ന ആരുണ്ട് മക്കളെ? ലയണോ ടൈഗറോ ഏത് സാധനം ആവാം. അതേപോലെ പ്ലാന്റിനെ തിന്നുന്ന മുയലിനെ തിന്നുന്ന കടുവയുണ്ട് അല്ലെ? നമുക്ക് പ്ലാന്റ്, റാബിറ്റ്, ടൈഗർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പ്ലാന്റ്, ഗ്രാസ്ഷോപ്പ്, അതിനെ തിന്നുന്ന ഫ്രോഗ്, അത് നമുക്ക് എന്താണ് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാൻ പോവാണ്. ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും കാണുന്ന സാധനങ്ങള് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണം. നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ചുറ്റും തന്നെ നിരീക്ഷിച്ച് നോക്കുക. പല ജീവികളെ എനിക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ആ ജീവി എന്തായിരിക്കും തിന്നുന്നേ, അത് ഏതിനാ തിന്നുന്നേ, അങ്ങനെ കണക്ട് ചെയ്ത് ഇതേപോലെ നിങ്ങളൊരു എന്താണ്, ഇത് നമ്മളൊരു പേരുണ്ട് കേട്ടോ, അത് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതുപോലെ ഒരു എക്സാമ്പിള് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? എഗ്രീഡ് അല്ലേ? ഫുൾ സെറ്റാ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ആഹാരങ്ങൾക്ക് വേണ്ടി പരസ്പരം ജീവികളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈ പരസ്പര ബന്ധത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഫുഡ് വെബ്. ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ഏതാ ചോദിച്ചാൽ നിന്റെ മക്കൾ ഉറപ്പിച്ചോ, ഇറ്റ് ഈസ് ഫുഡ് വെബ്. എന്താണ് ഫുഡ് വെബ്? ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഇസ് കോൾഡ് ഫുഡ് വെബ് എന്ന് പറയുന്നു അല്ലെ? അപ്പോൾ ഫുഡിനെ വേണ്ടി പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഇന്റർ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? എന്താണെന്ന് ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണല്ലേ? ഗ്രാസ്, ഡിയർ, ടൈഗർ ആണെങ്കിൽ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഗ്രാസിനെ തിന്നുന്ന വേംസ്, ഹെന്നിനെ തിന്നുന്ന നമ്മൾ ഹ്യൂമൻസ്. നമ്മൾ തന്നെ ചിക്കൻ കട്ടിച്ച് മുറിച്ച് തിന്നാറില്ലേ? ഒരു ചിക്കൻ പീസ് കിട്ടിയാൽ ഒരൊറ്റ കടിയാണ് അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതൊക്കെ ഫുഡ് വെബില് നമ്മളും ഫുഡ് വെബ് പെട്ടിട്ടുള്ള ഒരാളുകളാണ്. അപ്പൊ ഈ പിക്ചർ നോക്കി, ഇനിയിപ്പൊ നിങ്ങൾക്ക് മറ്റേത് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പിക്ചർ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 ഫുഡ് വെബെങ്കിലും ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് വന്ന് മിസ് നോക്കുന്നതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. ഇതിൽ മിസ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. പുല്ല് അല്ലെങ്കിൽ ഗ്രാസ് ഷോപ്പർ, അതിനെ തിന്നുന്ന ബേർഡ്, അതിൽ തന്നെ ഫോക്സ്, കുറുക്കനെ തിന്നുന്ന കഴുകൻ അല്ലെങ്കിൽ വൾച്ചറൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ഫുഡ് വെബിന് എക്സാമ്പിൾ ഉണ്ടാക്കാം. ഇതാ പുല്ല്, റാറ്റ്, ക്യാറ്റ് ആൻഡ് അതേപോലെ തന്നെ ടൈഗർ തിന്നുന്നു. അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു എക്സാമ്പിൾ അയച്ചാൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്തോ എഴുതി വെക്കാം. ഇതിൽ നിന്ന് നോക്കിയിട്ട് ഒരു 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പൊ ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായി അതേപോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തൊക്കെയാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ? നമ്മൾ മൊത്തത്തിൽ വാരി വലിച്ച് എന്തൊക്കെയോ പഠിക്കും, പക്ഷെ എന്ത് പഠിക്കണം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ആണെങ്കിൽ അതിന് വെച്ചൊരു അടിപൊളി ബാച്ച് ഉണ്ടാ. അതാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. അപ്പൊ പൃഥ്വി ബാച്ചിൽ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ലേറ്റ് ആയിട്ടില്ല, ജോയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. കാരണം നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ആപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ മക്കൾക്ക് കിട്ടും. പോളച്ചാക്ക്, നമ്മുടെ മെഞ്ചി പോലെ പോളച്ചാക്ക് കളിക്കാനുള്ള ഓപ്ഷൻ വരെ നമ്മുടെ ഇപ്രാവശ്യം നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മൾ ജോയിൻ ചെയ്യുക. 2 രീതിയിലും പ്ലാനുകൾ ഉണ്ട്. ഇഷ്ടമുള്ളത് എൻ്റെ മക്കൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഒരു വർഷത്തിനാണ് നമുക്ക് ഈ എമൗണ്ട് വരുന്നത്, ഇത്രയും ചെറിയ എമൗണ്ട് വരുന്നത്. അപ്പൊ 2 രീതിയിൽ പർച്ചേസ് ചെയ്യാം. ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്. ബേസ് പ്ലാൻ എന്ന് പറഞ്ഞ സമയത്ത് ലൈവ് ക്ലാസ്സും നോട്ട്സും DPP ഇനാപ്പ് കമ്മ്യൂണിറ്റി, ആപ്പിനകത്തുണ്ട് കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരസ്പരം സംസാരിക്കാം, പരസ്പരം എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയ കമ്മ്യൂണിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ആണ്. ഇൻഫിനിറ്റിക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് പുതിയതായിട്ടുള്ള ബാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, പുതിയ പേൾ വീഡിയോസ്, നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള പേൾ വീഡിയോസ് ഉണ്ട്. ക്ലാസ് നേരത്തെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ റെക്കോർഡ് ലൈവ് കണ്ടിട്ട് വന്നാൽ കുറച്ച് അടിപൊളിയായിരിക്കും. അതേപോലെ ആക്സസ്, ബാക്കി വരുന്ന റിവിഷൻ ബാച്ചിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് നമ്മുടെ ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കേണ്ട ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോൾ. അപ്പൊ മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കേണ്ട. അപ്പൊ വീണ്ടും കാണാം. ബൈ.